സെഖര്യാവ് 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദാര്യാവേശ് രാജാവിന്റെ 4-ാം ആണ്ടിൽ കിസ്ലേവ് എന്ന 9-ാം മാസം 4-ാം തീയതി സെഖര്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ബേഥേൽക്കാർ യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിന് സരസേരിനെയും രേഗേം മേലേക്കിനെയും അവരുടെ ആളുകളെയും അയച്ചു. സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിലെ പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും ഞങ്ങൾ ഇത്ര സംവത്സരമായി ചെയ്തു വന്നതുപോലെ 5-ാം മാസത്തിൽ കരഞ്ഞും കൊണ്ട് ഉപവസിക്കണമോ എന്ന് ചോദിപ്പിച്ചു. അപ്പോൾ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, നീ ദേശത്തിലെ സകല ജനത്തോടും പുരോഹിതന്മാരോടും പറയേണ്ടത്, നിങ്ങൾ ഈ 70 സംവത്സരമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ചു വിലപിക്കയിൽ നിങ്ങൾ എനിക്കുവേണ്ടി തന്നെയോ ഉപവസിച്ചത്? നിങ്ങൾ ഭക്ഷിക്കുമ്പോഴും പാനം ചെയ്യുമ്പോഴും നിങ്ങൾ തന്നെയല്ലയോ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത്? യെരുശലേമിനും അതിന്റെ ചുറ്റും അതിന്റെ ഉപനഗരങ്ങൾക്കും നിവാസികളും സ്വസ്ഥതയും ഉണ്ടായിരുന്നപ്പോഴും തെക്കേ ദേശത്തിനും താഴ്വീതിക്കും നിവാസികൾ ഉണ്ടായിരുന്നപ്പോഴും യഹോവ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം പ്രസംഗിച്ച വചനങ്ങളെ നിങ്ങൾ കേട്ടനുസരിക്കേണ്ടതല്ലയോ? യഹോവയുടെ അരുളപ്പാട് സെഖര്യാവിനുണ്ടായതെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നേരോട് ന്യായം പാലിക്കുകയും ഓരോരുത്തൻ താൻ സഹോദരനോട് ദയയും കരുണയും കാണിക്കുകയും ചെയ്യുവീൻ. വിധവയെയും അനാഥനെയും പരദേശിയെയും ദരിദ്രനെയും പീഡിപ്പിക്കരുത്. നിങ്ങളിൽ ആരും തന്റെ സഹോദരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുകയും അരുത്. എന്നാൽ ചെവി കൊടുപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. അവർ ദുശാഠ്യം കാണിക്കുകയും കേൾക്കാതവണ്ണം ചെവി പൊത്തിക്കളയുകയും ചെയ്തു. അവർ ന്യായപ്രമാണവും സൈന്യങ്ങളുടെ യഹോവ തന്റെ ആത്മാവിനാൽ പണ്ടത്തെ പ്രവാചകന്മാർ മുഖാന്തരം അയച്ച വചനങ്ങളും കേട്ടനുസരിക്കാതവണ്ണം ഹൃദയങ്ങളെ വജ്രം പോലെ കടുപ്പമാക്കി. അങ്ങനെ സൈന്യങ്ങളുടെ യഹോവയെങ്കിൽ നിന്നു ഒരു മഹാകോപം വന്നു. ആകയാൽ ഞാൻ വിളിച്ചിട്ടും അവർ കേൾക്കാതിരുന്നതുപോലെ തന്നെ അവർ നിലവിളിക്കും, ഞാൻ കേൾക്കയില്ലതാനും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഞാൻ ഒരു ചുഴലിക്കാറ്റുകൊണ്ട് അവരെ അവർ അറിയാത്ത സകല ജാതികളുടെയും ഇടയിൽ പാറ്റിക്കളഞ്ഞു. ദേശമോ ആരും പോക്കുവരത്തില്ലാതവണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീർന്നു. അങ്ങനെ അവർ മനോഹര ദേശത്തെ ശൂന്യമാക്കി കളഞ്ഞു.